ഹലോ ഗൈസ്, നമുക്ക് ഇതേപോലത്തെ ഒരു അടിപൊളി വാൾ ഡെക്കോർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഈ ഒരു സാധനം എടുക്കേണ്ടത്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അതായത് നമ്മൾ ഫ്രൈ ചെയ്യണ സാധനങ്ങളൊക്കെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുമല്ലോ, അപ്പോൾ എണ്ണയൊക്കെ പോകാൻ വേണ്ടി എടുക്കണ ആ സാധനം. അപ്പോൾ അതവിടെ കേട് വന്ന് കിടക്കണുണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ മെയിൻ സംഭവമല്ല, എന്നാലും ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ അളവിന് ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ നമ്മുടെ സംഭവം ഇതിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും ഇത് ലാസ്റ്റ് ചെയ്യേണ്ട പണിയാണ്, അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ കുറച്ച് ഈർക്കലി വേണം. അതായത് നല്ല ഈർക്കലി എടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ 20 ഈർക്കലി എടുത്തേക്കാണ്. പിന്നെ ഇതേപോലത്തെ ഷേപ്പിൽ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഷീറ്റിൽ ഇങ്ങനെ അതിൻ്റെ അളവിൽ ഒരു 20 എണ്ണം, നമുക്ക് എത്ര എണ്ണം വേണ്ട വെച്ചാൽ അത്ര എണ്ണം ഞാൻ അതേപോലെ കട്ട് ചെയ്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ വെട്ടിയെടുത്തത് ഈർക്കലിയുമ്പോൾ എല്ലാത്തുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക, ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 20 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കാർഡ്ബോർഡിൻ്റെ സർക്കിൾ നേരത്തെ ഉണ്ടാക്കി വെച്ചെടുക്കുക. അതിൻ്റെ ചുറ്റോറും ഇങ്ങനെ സൂര്യനെ പോലെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഈ സാധനം ഒട്ടിച്ചെടുക്കാം. എന്തായാലും ഇതിൻ്റെ പണി ടേബിളിൽ നടക്കില്ല. അപ്പോൾ 2 എണ്ണം ഒട്ടിച്ച് ബാക്കിയൊക്കെ ഞാൻ പുറത്തുനിന്ന് ഒട്ടിച്ചെടുത്തിട്ട് കിടന്നാണ്. ഫ്രെയിമിൽ നിന്ന് തികയണില്ല, കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ അതിന് ബ്ലാക്ക് കളറും അടിച്ചു കൊടുത്തു. പിന്നെ പകുതി ഭാഗം ഗോൾഡൻ കളറും അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ അടിച്ചെടുത്തപ്പോൾ നമ്മുടെ വാൾ ഡെക്കോർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് സിമ്പിൾ വാൾ ഡെക്കോറാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.